മാണി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൊച്ചുങ്ങൾക്കൊന്നും വലിയ പരിചയമില്ലായിരുന്നു മാണി അപ്പൂപ്പനെ പറ്റി. ഇപ്പൊ എല്ലാവരും അറിയാം. കോഴമാണി അപ്പൂപ്പനെ പറ്റി അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇല്ല. ഈ ഇരിക്കുന്ന കൊച്ചുമോനോട് ചോദിച്ചാൽ അവൻ പറയും, ആ മാണി അപ്പൂപ്പൻ കോഴപ്പൂപ്പനല്ലേ അറിയാം എന്ന് പറയുകയാണ്. മാണിയുടെ വീട്ടിന് മുമ്പിൽ ഒരു ബെൻസ് കാർ വന്നു. ആ ബെൻസ് കാറിൽ നിന്നും ജുപ്പയൊക്കെ ഇട്ട് നല്ല വളയൊക്കെ ഇട്ട് നല്ല സ്വർണ്ണ വാച്ചൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ബ്രീഫ് കേസ് സ്വീകരണ മുറിയിൽ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ പറഞ്ഞു, മാണി സാർ അകത്ത മുറിയിലുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് വഴി കാണിച്ചു ഗൺമാൻ. അങ്ങനെ അകത്ത മുറിയിലേക്ക് കയറി അദ്ദേഹം കയ്യിലിരുന്ന ഒരു കവർ കയ്യിലോട്ട് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണ കുറിയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബ്രീഫ് കേസ് കാണാനില്ല. ആ വീട്ടിന്റെ പരിസരത്തൂടെ ആർക്കും ബ്രീഫ് കേസ് കൊണ്ടുപോകാനൊക്കത്തില്ല. വന്ന് അന്വേഷിച്ചപ്പം പറഞ്ഞു, അയ്യോ കുട്ടിയമ്മ എടുത്ത് അകത്ത് വെച്ച് കാണും എന്ന് പറഞ്ഞ ഒരാൾ. മാണിക്ക് കേരളത്തിൽ ഇനി ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെ മാണി എവിടെയും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. മാണി രാജിവെക്കണം തന്നെ ആവശ്യം ഞങ്ങൾ നേരത്തെ ഉയർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം കൂടുതൽ ശക്തമായി ഇനിയും ഡൽഹിയും തുടരുക തന്നെ ചെയ്യും. ഞങ്ങള് ആദ്യ ഗഡുവായി തരാൻ കഴിയുന്നത് 1 കോടി രൂപയാണ്, അത് അങ്ങേ ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ മിസ്റ്റർ മാണിയുടെ സഹധർമ്മിണി വീട്ടിനുള്ളിൽ നിന്ന് തല കാണിച്ചിട്ട് അത് കിട്ടി എന്ന് അംഗീകരിക്കുകയും മാണി പോകുന്ന പൊതുപരിപാടി ബഹിഷ്കരിക്കും. ആ പരിപാടി സ്ഥലത്ത് വമ്പിച്ച ജനങ്ങൾ മാണിയെ തടയും. ആ തരത്തിലുള്ള വലിയ പ്രക്ഷോഭമായി അഴിമതിക്കെതിരായുള്ള ഈ പ്രക്ഷോഭം ഈ കേരളത്തിൽ ശക്തിപ്പെടാനാണ് പോകുന്നത്. മാണി മന്ത്രിസ്ഥാനം തുടർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല. മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. സർ, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം? എന്തു പ്രയോജനം? എന്തു പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. കെടാത്ത തീയും ചാകാത്ത പുഴുവും, കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല.